സ്വപ്നങ്ങളെ കടപുഴക്കിയ ഉരുൾപൊട്ടലിൽ ഒറ്റ രാത്രി കൊണ്ട് ഒഴുകിപ്പോയതാണ് വയനാട് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ജീവിതങ്ങൾ. കൂടപ്പിറപ്പുകളും വീടും വിളയും പ്രതീക്ഷകളും നഷ്ടമായി ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. വയനാട് മലനിരകളിൽ കരിതുള്ളിയെത്തിയ ഉരുൾ കവർന്നെടുത്തവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ സർവ്വതും സാദരം സമർപ്പിച്ചുകൊണ്ട് ഇരുളടഞ്ഞ ആ ജീവിതങ്ങൾക്ക് പ്രത്യാശയുടെ വെളിച്ചമേകാൻ ഫണ്ട് സമാഹരണാർത്ഥം മരമടി വാട്സാപ്പ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന മരമടി മഹോത്സവം. സിഗ്നൽ ഈ മരമടി മഹോത്സവം സംഘടിപ്പിക്കാൻ ഇവിടെ കൂടിയിട്ടുള്ള തെക്കൻ കേരളത്തിലെ കർഷക സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രതിനിധികളായ എന്റെ കൊച്ചനിയന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു മരമടി കാണാനാണ് വളരെ നാളിന് ശേഷം വീണ്ടും ഞാനിവിടെ എത്തിയത്. നമ്മുടെ നാട്ടിൽ വ്യാപകമായി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന ഈ നാട് എന്നും സന്തോഷത്തോടെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ഇപ്പൊ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ കറാത്തല ഏലയിലും അതുപോലെ തന്നെ എല്ലാ പ്രദേശങ്ങളിലും ഇത് എല്ലാവരെയും കാണാനും ഈ കർഷകർ ആഹ്ലാദിക്കുന്നത് കാണാനുമൊക്കെ കഴിയുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വീണ്ടും ഇത് സംഘടിപ്പിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. നടത്താൻ തീരുമാനിച്ച എല്ലാവർക്കും എന്റെ അഭിനന്ദനം, നന്ദി അറിയിക്കുകയാണ്. കാലങ്ങളായിട്ട് തെക്കൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉത്സവമാണ് മരമടി ഉത്സവം. കാർഷിക മേഖലയുടെ ഒരു പൂവ് കൃഷി കഴിഞ്ഞാൽ അത് തുടങ്ങുന്നതിന് മുമ്പ് ആണ് ഈ മരമടി ഉത്സവം നടത്തുന്നത്. ഇവിടെ കൊട്ടാരക്കര താലൂക്കിൽ ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് മരമടി നടന്നുകൊണ്ടിരുന്നത് വേയ്ക്കൽ
പൂങ്കോടി വാവകുഞ്ഞ് സാറിൻ്റെ നിലത്തിലാണ്. അവിടെ ഏതാണ്ട് 60ഓളം കന്നുകാലികൾ വന്ന് മരവടിക്ക് ഉത്സവത്തിൽ പങ്കെടുക്കുന്നതാണ്. ഇന്നിപ്പോൾ നടക്കുന്നത് ഈ മടവൂർ പഞ്ചായത്തിലെ ഒരു ഏരിയയിലാണ്. മോശമില്ലാത്ത രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. കർഷകർക്കൊരു ഉത്സാഹവും പ്രചോദനവും നൽകുന്നതാണ് ഈ മരവടി ദിവസം. എക്സ്പീരിയൻസ് എന്ന് പറയാനാണ് ചേട്ടൻ ഇതിലുള്ള? ഞാൻ വളരെ പൊടി പരുവത്തിലെ വയലിലിറങ്ങിയിട്ടുണ്ട്. വളരെ പൊടി പരുവത്തിലെ വയലിൽ ഇതുമായിട്ടുള്ള ഇത് തന്നെ കൃഷിയും കാര്യങ്ങളും മരവലി കൂട്ട് ഇങ്ങനെയുള്ള മേഖല തന്നെ. എനിക്ക് ഇല്ല സുഹൃത്തിൻ്റെ ആളെയാണ് ഒരു ജോഡി. ഈ കാളന്മാരെ ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. എങ്ങനെ ഓട്ടത്തിനായിട്ട് കാളന്മാരെ ഒരുക്കുന്നത്? ഇപ്പം നമ്മൾ ടയലടിക്കും, നല്ല വൃത്തിയായിട്ട് ആഹാരം കൊടുക്കും, നല്ല ചൂടുവെള്ളം കഴുകും, പിന്നെ നല്ല നല്ല ചാപ്പാടുകൾ നല്ല വൃത്തിയായിട്ട് കൊടുത്തിരിക്കും. ചാപ്പാട് പരത്തി വരും, ഉണ്ണാക്ക്, കഞ്ഞി, തവിട്. പ്രായമുണ്ടോ ഈ കാളന്മാർക്ക്? ഉണ്ട്, പ്രായമുണ്ട്. പ്രായം ഒരു 8 വർഷം. ഒരു നല്ല രീതിയിൽ ഓടുന്ന ആളെയുണ്ട്, അതിന് മേപ്പോട്ട് ഓടുന്ന ആളെയുണ്ട്, അത് ഏറ്റവും താഴെ പോകുന്ന ആളെയുണ്ട്. ഇപ്പോഴത്തെ ഈ മരവടി എല്ലായിടത്തും സൈക്കിളൊക്കെ ആയിരുന്നല്ലോ. ആന്ന് ഇപ്പം അവിടെയൊന്നും ഇല്ല. നിലമൊക്കെ നേരത്തിപ്പോയി, ആ വയലൊക്കെ നേരത്തിപ്പോയി. അതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് ഇത് ഇല്ലാത്തതുകൊണ്ട് സങ്കടം. ഇതിനെ ചുമ്മാ വീട്ടിൽ കിട്ടിയിട്ടുള്ള ഒരു ഫലവുമില്ല. ഇത്ര രൂപ ചിലവാണെന്നറിയാം. ഉണ്ട്. ഈ ഇപ്പോഴത്തെ തലമുറ ഉള്ള കാലം ഇത്രയും കാണും, അടുത്ത പുതിയ തലമുറയ്ക്ക് കാണത്തില്ല. പേരെന്താ? ബിനു എസ്. ഇതുപോലുള്ള കാർഷികോത്സവങ്ങളിലും മരവടികളിലും ഒക്കെ താല്പര്യമുണ്ട്. എൻ്റെ പിതാവിൻ്റെ കാലത്തൊട്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനകത്ത് കൂടുതൽ നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടായത്. പിന്നെ കൃഷിയായിട്ട് ബന്ധമുണ്ട്, നെൽകൃഷി ഇഷ്ടപ്പെടുന്നുണ്ട്, കുറച്ച് നേരം പാട്ടെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ സുഹൃത്തുക്കളെ സപ്പോർട്ടുണ്ട്. പ്രവാസിയായ റിയാസ്, സുനീർ, നാട്ടിലുള്ള അലീം, സുരേഷ്, ശിവ, എല്ലാവരും സപ്പോർട്ടുണ്ട്. ഞാൻ വീൽ ചെയറായിട്ട് അവരുടെ നിർബന്ധം കാരണം നമ്മൾ ഇതായിട്ട് വരുന്നത്. കാളെ വളർത്തുന്നുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകളെയൊക്കെ ഇതുകൊണ്ടായിരിക്കും തരണം ചെയ്യുന്നത്. അതെ, ഇത് മാനസികമായിട്ട് വലിയ സന്തോഷമുണ്ട്. ഏറ്റവും സന്തോഷം, മനസ്സിന് സന്തോഷമാണ് എല്ലാവരെയും കാണുമ്പോൾ. നിങ്ങളൊക്കെ തന്നെയായിരിക്കും ഭാവിയിൽ ഈ കാർഷിക രംഗത്ത് കാർഷിക പ്രേമികൾക്ക് ഒരു വഴികാട്ടി. തീർച്ചയായിട്ടും ഇത് അന്യം നിന്ന് പോയ ഒരു കലാരൂപമാണ്. പണ്ട് ദ്രാവിഡ സമൂഹത്തിന്റെ ഒരു കലാപരിപാടി ഇത് അന്യം നിന്ന് പോയി. ഇനി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതിന് അനുകൂലമായ ഇത് ഓർഡിനൻസ് വരാനുണ്ട്. അതിനുശേഷം ടൂറിസത്തിലേക്ക് ഏറ്റെടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാ കർഷകരും പ്രതീക്ഷിക്കുന്നത്. ടൂറിസത്തിലേക്ക് ഏറ്റെടുത്ത് ഗവൺമെന്റ് ഏറ്റെടുക്കണം. ഇത് അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു കലാരൂപമാണ്. കുറേ പേരുടെ പ്രവാസികൾ, നാട്ടിലുള്ളവർക്കെ ഒരുപാട് പേര് ഇതിനു വേണ്ടി ഒരുപാട് സമയങ്ങൾ മാറ്റിവെച്ച് മുമ്പോട്ട് കൊണ്ടുവരാൻ നോക്കി. എല്ലാവരുടെ സപ്പോർട്ട് ഇതിനുണ്ടാവണം. ഞാൻ 76 ഇറങ്ങിയത് മരംപിടുത്തം. ആദ്യം മരംപിടുത്തമായിരുന്നു, പിന്നെ ഓട്ടക്കാരനായി. ഒരു 4-5 വർഷം കൊണ്ട് ഓടുന്നില്ല. ഇപ്പം വയസ്സ് 63 കഴിഞ്ഞ് 64. നമ്മുടെ ടീമിനകത്താണ് ഒരു ടീമിലേ നിൽക്കത്തുള്ളൂ. അപ്പം മുൻകാലങ്ങളിൽ പോലുള്ളൊരു മരവടി അല്ല ഇപ്പം. മുൻകാലങ്ങളിലുള്ളൊരു മരവടി അല്ല ഇപ്പം. മുൻകാലങ്ങളിലിപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം കിടക്കാള, കടമലക്കാള, ഇങ്ങനെയൊക്കെയുള്ള കാളന്മാരെ വെച്ചാൽ ഇപ്പം പാലക്കാടൻ ഇങ്ങനെയുള്ള കാളന്മാരാണ്. ഇപ്പം മത്സരം എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ എൻ്റെ ഒരു രീതിയായി വരുന്നതേ ഉള്ളൂ. തന്നല്ല, സീസൺ തുടങ്ങിയതേ ഉള്ളൂ. രണ്ടാമത് ഈ ഗവൺമെൻറ് നമുക്കൊരു ഓർഡിനൻസ് തന്നാൽ കർഷകർക്കൊരാവശ്യമായ ഒരു ഉത്സവമാണിത്. അത് തരാമെന്ന് പറയും. MLA-മാരൊക്കെ ചോദിക്കുമ്പം പറയും, MP-മാർ പറയും, അപ്പം പറയും ഗവർണർ ഒപ്പിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഓരോ നൂലാമാലകൾ കിടക്കുക. അപ്പോൾ തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഹരിയാന എല്ലായിടത്തും ഗവൺമെൻറ് ഓർഡിനൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കർഷകരോട് ഭയങ്കര സ്നേഹങ്ങളും വാത്സല്യമൊക്കെ പറയുന്ന എല്ലാവരും ഞങ്ങളെ മറന്നാണ് നിയമസഭാ സാമാജികരും മുഖ്യമന്ത്രിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ജോഡികൾ, 50-50 ജോഡികൾ പങ്കെടുക്കും. എല്ലാവർക്കും വളരെ ആവേശമാണ്. ഇപ്പം കൃഷി എന്ന് പറഞ്ഞാൽ മിഷനല്ലേ, ഇപ്പോൾ കാളന്മാരെ പൂട്ട് കുറവല്ലേ. അപ്പോൾ ഈ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം ഇങ്ങനെ ഉള്ള 4-5 മാസമാണ് ഇതിൻ്റെ സീസൺ. അപ്പോൾ അത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇന്നിപ്പോൾ ഓട്ടം സാധാരണ ഇത് നല്ല നീളമുള്ള കണ്ടമാണ്. അത്യാവശ്യം നോക്കാം മരവടി എന്ന് പറയുമ്പോൾ 75-80 മീറ്ററിനുള്ളിലൊക്കെ വരുന്നതാണ്.
നല്ല നീളമുള്ള കണ്ടം, നല്ല മത്സരം, ഒരുപാട് ജോഡികളുണ്ട്. ഈ വർഷത്തെ തുടക്കമാണ് സീസണിൻ്റെ ആഗസ്റ്റ് 15. അപ്പോൾ നല്ലൊരു സീസണായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരുപാട് ജോഡികളുണ്ട്, ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പോൾ നല്ല ഒരു പഴയ കണക്കല്ല, ഒരുപാട് ടീമുകളുണ്ട് മത്സരിക്കാൻ. എന്തായാലും നോക്കാം. പറ. ഇത് കുഞ്ഞുനാളോട്ടേ കാണുന്നതാണ്. അച്ഛൻ കുഞ്ഞുനാളോട്ടേ, ഈഫി ഉണ്ട് കുഞ്ഞുനാളോട്ടേ, പൊടിനാളോ എന്ന് പറഞ്ഞാൽ എൻ്റെ 3-4 വയസ്സ് തൊട്ടേ ഞാൻ കാണുന്നതാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട് പിന്നെ കണ്ടത്തിനുള്ള ഒരു ഓട്ടം, കുഞ്ഞുനാളോട്ടെ ഓട്ടവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പിന്നെ ഇതിലോട്ട് ഇറങ്ങിയപ്പോൾ അതും ഇതും തമ്മിൽ ഒരുപാട് ഡിഫറൻ്റ് ഉണ്ട്. ഇത് കുറച്ച് ടഫാണ്. മീൻസ് കാല് ഒരുപാട് ചിലിക്കണ്ടതല്ലേ, പൂണ്ടു പോകാൻ സാധ്യതയുണ്ട്, തെറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് അപകടകരമായ രീതിയൊക്കെയാണ്. കാളെ ഓടുമാരെ നോക്കി ഓടണം, ഇല്ലെങ്കിൽ നമ്മൾ അഥവാ കാളെ അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറ്റടിക്ക് വലത്തോടുന്ന ഓട്ടക്കാരൻ പിടിച്ചു കൊടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ഒരു ട്രിക്കുണ്ട്. ആ ട്രിക്ക് മനസ്സിലാക്കി വരണം. നമ്മൾ തുടക്കക്കാരാണ്, ഒരുപാട് സീനിയോറിറ്റി ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആർമിയിലായിരുന്നു ആദ്യം, ഇപ്പം ബിസിനസ്സായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇതിനോട് ഇൻട്രസ്റ്റ് ആണ്. 3-4 കൊല്ലം കൊണ്ട് ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് ഓട്ടക്കാരെല്ലാ ടീമിലോട്ടൊക്കെ മാറി തിരിഞ്ഞൊക്കെ ഓടും. അങ്ങനെ തന്നെ ഒരു ടീമിൽ തന്നെ അങ്ങനെയല്ല. ഇപ്പോൾ ഓട്ടക്കാർ വളരെ കുറവാണ്, പുതിയ ആൾക്കാരൊന്നും വരുന്നില്ല. ഇതിനെക്കുറിച്ച് നമുക്കൊരു പബ്ലിസിറ്റി ഇല്ല. മീൻസ് പണ്ട് നിരന്തരം ആഴ്ചയോളം നടന്നുകൊണ്ട് വരുന്ന പരിപാടിയായിരുന്നു മരപടി മഹോത്സവം. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയറായിട്ടുള്ളൂ. ഒരുപാട് സ്റ്റേയും കോടതി സ്റ്റേ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്ന് അതിൻ്റെ കടമ്പയൊക്കെ താണ്ട ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ നിലവിൽ നമുക്ക് വയനാട്ടിൽ കുറേ പാവത്തും ദുരിതങ്ങൾ അനുഭവിക്കുകയല്ലേ, അതിന് മുന്നോടിയായിട്ട് നമ്മൾ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പും സംഘടനകളും തീരുമാനിച്ച് നടത്താൻ ഒരു പരിപാടിയാണിത്. തീർച്ചയായിട്ടും കടന്നു പറഞ്ഞത്. കാരണം നമുക്ക് എഡ്യൂക്കേഷൻ വേണം. അതിനുപരി ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ ഇന്ത്യൻ രാജ്യം മൊത്തത്തിൽ പ്രോത്സാഹനം കൂടുതൽ കൃഷിക്കാർക്കാണ് കൊടുക്കുന്നത്. കൃഷിക്കാരില്ലെങ്കിൽ നിലനിൽപ്പില്ല. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം അതാണ്. കർഷകരെയാണ് കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. കർഷകർ അവരുടെ കൃഷിപാടങ്ങൾ പൂട്ടി നികത്തി അതിൽ കൃഷി ചെയ്ത് അത് വിളവെടുത്ത് കഴിഞ്ഞ് ഉത്സവമാക്കുകയാണ് ഇത് ചെയ്യുന്നത്. അതായത് മൃഗപീഡനമോ കാര്യങ്ങളൊന്നും അല്ല. മൃഗപീഡനമാണെന്നും പറഞ്ഞ ചില ആൾക്കാർ പോകാറുണ്ട്. ഒരിക്കലും മൃഗപീഡനമോ കാര്യങ്ങളും അല്ല. ഇത് കർഷകരുടെ ഉത്സവമാണ്. ഇത് തീർച്ചയായിട്ടും ചെറുപ്പക്കാരാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ചെറുപ്പക്കാരാണ് മുന്നോട്ട് വരേണ്ടത് 100%. അതാണെങ്കിൽ ചെറുപ്പക്കാരോട് പറയാനുള്ള കാര്യം. കാരണം ഞാനും ഒരു ബിസിനസ്സും കാര്യമായിട്ടൊക്കെ നിൽക്കുന്ന അത്യാവശ്യം. എന്നാലും എൻ്റെ വീട്ടിൽ എതിർപ്പായിരുന്നു. വൈഫിനൊക്കെ വൈഫ് ടീച്ചറാണ്, ഭയങ്കര എതിർപ്പായിരുന്നു. എന്തിനാ പോണത്, കടത്തി കിടന്ന് ഓടുന്ന, എങ്ങനെ ശരീരം പോവും, കറക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷേ ഇതിനെക്കുറിച്ച് അവർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ആളൊന്ന് റിലാക്സായി, കുഴപ്പമില്ല. കാരണം മറ്റുള്ള പുതിയ തലമുറ കൊണ്ടുപോകണമെങ്കിൽ ഇത് നിരന്തരമായിട്ട് നടന്നു പോകണം. അല്ലാതെ ഇത് മുന്നോട്ട് പോയില്ലെങ്കിൽ കൃഷിയും നശിക്കും, വയലുകളും നശിക്കും, പാടങ്ങളെല്ലാം നികത്തേണ്ടിയും വരും. ഇതൊരു അടുത്ത തലമുറയ്ക്ക് ഇത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വരും. ഇത് നിരന്തരം കണ്ടിന്യൂസ് പോയി കഴിഞ്ഞാൽ വരും തലമുറ ഇത് നല്ല രീതിയിൽ അത് കാര്യങ്ങൾ പഠിച്ചിരിക്കുകയും ചെയ്യും. കൃഷിക്ക് ഒരുപാട് ചെറുപ്പക്കാർ മുന്നോട്ട് വരും. കാരണം സ്പോർട്സ് പരമായിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചെറുപ്പക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷിയുമായിട്ട് ഈ ഒരു മേഖല മുന്നോട്ട് മരപടി മത്സരം പോയി കഴിഞ്ഞാൽ 100% മുന്നോട്ട് ഒരുപാട് ചെറുപ്പക്കാർ വരും. സാധ്യത കൂടുതലാണ്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാനും വരുന്നത്. എന്റെ പിതാവടക്കം അദ്ദേഹത്തിന്റെ ചേട്ടൻ അടക്കമുള്ള ആളുകൾ എവിടെ മലപടി ഉണ്ടെങ്കിലും പണ്ട് പോയി ഒരു കാളവയിലടക്കം ഉള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന